രേണുസുതിയാണ് വിഷയം. രേണുസുതിയെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത് അനിവാര്യതയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പക്ഷേ രേണുസുതിയാണ് വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂരിഭാഗം പേര് ചിന്തിക്കും, അജു നിന്നിൽ നിന്ന് ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിന്നിൽ നിന്ന് ഇച്ചിരി കൂടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വീഡിയോയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് തോന്നി, അല്ലെങ്കിൽ ഇതൊരു അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ്. പറയേണ്ട കുറേ കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം രേണുസുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത, ഇൻസ്റ്റയിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്. ആ വീഡിയോ ഞാൻ കണ്ടു, അതിനിടയിലെ കമൻറ്റുകളിലൂടെ പോയി. അപ്പോൾ ഈ വിഷയമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നി. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആ രേണുസുതി പോസ്റ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം ആദ്യം. എന്നിട്ട് അതിനെപ്പറ്റി സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന് കാണുക. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ 11 വയസ്സുള്ള കുട്ടി 11 വയസ്സ് തൊട്ട് വളർത്തിയ കുട്ടിയുടെ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ഞാൻ ഇപ്പോഴേ പറയാം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു അതിലും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. നിങ്ങൾ വീഡിയോയുടെ ബാക്കി കാണുന്നിട്ട് ഞാൻ ഒരുമിച്ച് പറയാം എല്ലാം കൂടെ. വിവാദമാക്കാൻ പറഞ്ഞതല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. രേണുസുതി ആരാണെന്നോ അല്ലെങ്കിൽ എന്തായിരുന്നെന്നോ ഉള്ളതല്ല നമ്മുടെ വിഷയം. റൈറ്റ് നൗ രേണുസുതി എന്ന് പറയുന്നയാൾ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർ ക്യാൻസറുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ 4th സ്റ്റേജ് ക്യാൻസറുള്ള, അതീവ ഗുരുതരാവസ്ഥയിലുള്ള, അല്ലെങ്കിൽ കീമോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ഒരു വീഡിയോയിൽ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയുന്നു. അവർ 11 വയസ്സ് കൂടുതൽ വളർത്തിയ അവരുടെ ഈ കിച്ചു എന്ന് പറയുന്ന മകൻ അവരെ ഇതുവരെ വന്ന് കണ്ടില്ല എന്നുള്ള പരിഭവം അവർ പറയുന്നു. അച്ചക്കൻ വന്ന് കാണാത്ത സത്യം പറഞ്ഞാൽ തെറ്റുമാണ്. കാരണം അവനെ കുറേ വളർത്തി അവന് കുറേ അന്നം കൊടുത്ത ഒരു സ്ത്രീയാണ്. അവർ വയ്യാതിരിക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, അവർ പിണങ്ങിയിരുന്നോട്ടെ. ആ മനുഷ്യനാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, മനുഷ്യനാണ്, പിണക്കങ്ങളുണ്ടാവും. പക്ഷേ ഒരാൾ വയ്യാതിരിക്കുമ്പം അത് കാണിക്കുക എന്നുള്ളത്, അതും അമ്മയെപ്പോലെ രണ്ടാനമ്മ എന്ന് പറഞ്ഞാൽ പോലും കുറേ വീട്ടിൽ വളർത്തിയ സ്ത്രീക്ക് വയ്യാതിരിക്കുമ്പോൾ അവിടെ വരെ ചെന്ന് അവരെ ഒന്ന് കാണുക, ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയാണ്. അതും ക്യാൻസർ പോലെയുള്ള ഒരു അസുഖമുള്ളപ്പോൾ അത് പോയി കാണാത്തത് തെറ്റ് തന്നെയാണ്. എന്തായാലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും എടുത്തിട്ട് അലക്കിയ വിഷയങ്ങളാണ്. അപ്പോൾ അവർ ഈ വീഡിയോയിൽ പറയുന്ന അവരെ ആരൊക്കെ സഹായിച്ചു, അവർക്ക് അവരുടെ ആരൊക്കെ ഉണ്ട്, അവരുടെ റൈറ്റ് നൗ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതല്ല വിഷയം. എന്നെ സംബന്ധിച്ച് ഇതിനടിയിൽ വന്ന കമൻറ്റുകളാണ്. സത്യം പറഞ്ഞാൽ അങ്ങ് വിഷമം തോന്നിപ്പോയി ഇതിൻ്റെ കമൻറ്റുകൾ. എനിക്ക് ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീയെ അറിയില്ല, അവരുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ളതല്ലാതെ അവരെ നേരിട്ട് പരിചയമില്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് അവരുടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോട് താല്പര്യമില്ല. അവരുടെ വീഡിയോകൾ ഞാൻ കാണാറില്ല, കാണുമ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇതിൻ്റെ അടി വന്ന കുറച്ച് കമൻറ്റുകൾ. കമൻറ്റ് നമ്പർ 1 ദേ ഇവിടെ കാണിച്ചിരിക്കുന്നു, നിങ്ങൾ വായിച്ചു. നാണമുണ്ടോടി ഡാഷ്, നിൻ്റെ ഷാപ്പിലെ തുള്ളൽ കണ്ട് ചെറുക്കൻ നിന്നെ വെറുത്തു. അത്ര തന്നെ. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഒരു ആൾ വയ്യാതിരിക്കുമ്പോൾ ഇടേണ്ട കമൻറ്റാണോ അത്? നിങ്ങൾ വയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എടുത്ത ഒരാൾ, അല്ലെങ്കിൽ വാട്ടെവർ എന്ത് പാസ്റ്റ് ആയിക്കോട്ടെ, വയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ആ രോഗത്തെപ്പറ്റി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, ഈ കമൻറ്റ് ബോക്സിൽ പറയുന്ന മുഖത്ത് നോക്കി പറയുന്ന പോലെ നിങ്ങളെ വന്നിട്ട് എരപ്പേ എന്നൊക്കെ വിളിച്ച് അപമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? തെറ്റാണ്. 2, കഴിവതും ചികിത്സ കഴിയുന്നവരെ വീഡിയോയും പിടിച്ച് വെറുപ്പിക്കൽ സംസാരം കൊണ്ട് വരാതിരിക്കാം. നിങ്ങൾക്കത് വെറുപ്പിക്കലായിരിക്കാം. ഇവർക്കിത് 2 അർത്ഥത്തിലാണ് ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീക്ക്. അവർക്ക് ഇതിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. 2, ഈ രോഗത്തിലായിരിക്കുന്ന ആൾക്ക് ഇങ്ങനത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് സ്വല്പം ആശ്വാസം കിട്ടുന്നതെന്നേ. അവർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അവർ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കോട്ടെ. നമ്മളിതിൻ്റെ അകത്ത് ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ അടുത്തത്, ഈ സമയത്തും ലിപ്സ്റ്റിക്ക് സെൽഫ് കെയറിൻ്റെ ഭാഗ്യമാണ്. അത് ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ടോട്ടെ. അസുഖമായിട്ടിരിക്കുന്ന ആൾ, അസുഖത്തിലിരിക്കുന്ന ആൾ ഇങ്ങനെ കിടന്നോണ്ട് വീഡിയോ ചെയ്യണം. അവരവരെ തന്നെ പരിചരിക്കുകയോ അവരവരെ തന്നെ ട്രീറ്റ് ചെയ്യുകയോ അവരവർക്ക് മേക്കപ്പ് ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അത് നമ്മുടെ കാര്യമാണോ? അല്ലല്ലോ. എൻ്റെ പൊന്നു സുധി, നീ ആ ലിപ്സ്റ്റിക് ഒന്ന് ഒഴിവാക്ക് ഈ സമയത്തെങ്കിലും. അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. നമ്മളെന്തിനാണ്, ഞാൻ ഇവരുടെ ആരെയും പേര് കാണിക്കുന്നില്ല കേട്ടോ, നമ്മളെന്തിനാണ് ഇതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നേ? എല്ലാവരും ഇവരെ വയ്യാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് ആവതുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും എടുത്തിട്ട് അലക്കിയതാണ്. അവരും ശരി, അവർ കാണിച്ച കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ എല്ലാവരും എടുത്താൽ അവർക്ക് വയ്യാതിരിക്കും, വിട്ടേക്ക്. അങ്ങനെ കുറേ നിൻ്റെ സ്വഭാവം അത്രയ്ക്ക് ഗുണമുണ്ട്. അപ്പം പിന്നെ വേറെ സാധനം, എല്ലാം സുഖപ്പെട്ട് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ മാസം മുമ്പ് വരെ ഞങ്ങൾ കണ്ട ആ രേണുസുതി ഇനിയും സമൂഹത്തിന് തരരുത്. അവർ അസുഖമെല്ലാം മാറി വരട്ടെ. മാറി വരുമ്പം പറയാനുള്ള ഡയലോഗല്ലേ. ഒരു മനുഷ്യന് വയ്യാതിരിക്കുമ്പോഴത്തേ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലെ സിറ്റുവേഷനാണ് അവർക്ക് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അങ്ങനെ വയ്യാതിരിക്കുമ്പം അവരെ മാനസികമായിട്ട് പിന്തുണ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലേ കമൻറ്റ് ഇടുന്നത്? നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലേ? നിങ്ങൾ അവരുടെ വീഡിയോ അങ്ങ് സ്വൈപ്പ് ചെയ്ത് വിട്, അവരുടെ വീഡിയോ അങ്ങ് ഒഴിവാക്കി വിട്, അവരെ കാണണ്ട, അവരെ കേൾക്കണ്ട, അവരെ ഇഗ്നോർ ചെയ്ത് വിട്, അവരുടെ ഈ ശവത്തിൽ കുത്തു. ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പം ചവിട്ടാതിരിക്കാം. ഈ രേണുസുതി നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചവിട്ടിയതാണ്. ആ രേണുസുതി ചവിട്ട് മേടിക്കുന്ന പരിപാടി കാണിച്ചിട്ടുമുണ്ട്. വീണ് കിടക്കുകയാണ്, വയ്യാതിരിക്കുകയാണ്, നമ്മൾ ചവിട്ടാതിരിക്കുക. മാനസികമായിട്ട് അവരെ ശക്തിപ്പെടുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ അവർക്ക് അറിയില്ല, നമുക്ക് അവരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷേ വീണ് കിടക്കുന്ന മനുഷ്യനെ അപമാനിക്കുക, നമ്മളും ചിന്തിക്കുക, നമ്മളാ സാഹചര്യത്തിൽ നമ്മൾ വീണ് കിടക്കുക, നമുക്ക് വയ്യാതെ കിടക്കുക, ആർക്കും എന്ത് അസുഖവും വരാം. നമ്മൾ കിടക്കുന്ന സമയത്ത് പരിഹസിക്കുകയാണ്, നമ്മുടെ പാസ്റ്റ് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മനുഷ്യനല്ലേ, പോട്ടെ, ഇതുവരെ കാണിച്ചതെല്ലാം പോട്ടെ, മറന്നേക്ക്. ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. അവരും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, വിട്ടേക്കെന്നേ.